ദുരന്തം പൊട്ടിയെത്തിയ ചൂരൽമലയിലെ ദൃശ്യങ്ങളാണ് ഈ ദൃശ്യങ്ങളിൽ ഇടതുവശത്ത് കാണുന്നത്. ജൂലൈ 30 രാത്രിയിൽ ചൂരൽമലയിലെ ആ ബേക്കറിക്കുള്ളിലേക്ക് മലവെള്ളപ്പാച്ചിൽ ഉരുൾപൊട്ടിയെത്തിയ വെള്ളവും കല്ലുമൊക്കെ ഇരച്ചെത്തുന്നതും സാധനങ്ങളൊക്കെ മറിഞ്ഞു വീഴുന്നതുമാണ്. വലതുവശത്ത് ഇന്ന് എന്താണ് ആ സ്ഥലത്തിൻ്റെ ഇപ്പോഴത്തെ ആ മേഖലയുടെ ദൃശ്യം എന്നത് വ്യക്തമാകുന്നു. എത്രത്തോളം നാശം അല്ലെങ്കിൽ എത്രത്തോളം സാധനങ്ങൾ അവിടെ നിന്ന് ഒഴുക്കിക്കൊണ്ടുപോയി, മണ്ണെടുത്ത് പോയ ബാക്കിയാകുന്നത് എന്താണ് എന്ന് വലതുവശത്തെ ദൃശ്യങ്ങളിൽ നിന്ന് പ്രേക്ഷകർക്ക് വ്യക്തമാണ്. നിലച്ചിരിക്കാതെ വന്നൊരു വെള്ളപ്പാച്ചിൽ, അതിൽ എല്ലാം ഒഴുകിപ്പോയ രാത്രി, അതിൻ്റെ എത്രത്തോളം ഭീതിതമായിരുന്നു അനുഭവം എന്നതും എത്രത്തോളം ശക്തമായിരുന്നു ആ ഒഴുക്ക് എന്നതും അതിൽ എന്തൊക്കെയാണ് വന്നതെന്ന് ആ മനുഷ്യർക്കറിയില്ല. വീടുകൾ ഒക്കെ ഒഴുകിപ്പോയ മുറിയിൽ ഭിത്തികൾ ഒഴുകിപ്പോയി. ഉണർന്നു നോക്കുമ്പോൾ വീടിൻ്റെ ഭിത്തിയില്ല, ജനലില്ല, വാതിലില്ല എന്നൊക്കെയുള്ള പരിവേദനങ്ങൾ, അങ്ങേയറ്റം ഭീതമായ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. അത് ആ വാക്കുകൾക്കപ്പുറത്തേക്ക് ദൃശ്യമായി പുറത്തു വരുന്നു. CCTV ദൃശ്യങ്ങളാണ്. ദുരന്തമുണ്ടായ രാത്രിയിൽ എങ്ങനെയാണ് അവിടേക്ക് കുത്തിയൊലിച്ച് മലവെള്ളം എത്തിയത്, ഉരുൾപൊട്ടി ജലവും കല്ലും മണ്ണുമൊക്കെ വന്നത് എന്നത് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ്. ആ ബേക്കറിയിൽ നിന്ന സാധനങ്ങളെല്ലാം, റെഫ്രിജറേറ്റർ ഉൾപ്പെടെ നിമിഷ നേരങ്ങൾ കൊണ്ട് ഒഴുകി അകലുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിന് വാതിലുകൾ വേണ്ടി വന്നില്ല, അല്ലെങ്കിൽ വഴികൾ വേണ്ടി വന്നില്ല. എല്ലാം തകർത്ത് പുതിയ വഴി വെട്ടി വെള്ളം ഇരച്ചു പോകുന്ന ദൃശ്യങ്ങൾ. അതിനുശേഷം ഇപ്പോൾ ആ ചൂരൽമലയുടെ അവസ്ഥ, ചെളി മൂടിക്കിടക്കുന്ന, ജീവിത സ്വപ്നങ്ങൾക്ക് മേലെ ചെളി അടിഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശമായി ദുരന്ത ഭൂമിയുടെ ഇപ്പോഴത്തെ ദൃശ്യങ്ങളാണ്. ഓഗസ്റ്റ് 18 ദൃശ്യങ്ങളും ജൂലൈ 30 ദൃശ്യങ്ങളുമാണ് പ്രേക്ഷകർ കാണുന്നത്. എത്രത്തോളം വ്യാപ്തിയുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഭീതിതമായിരുന്നു ആ രാത്രിയിലെ കുത്തൊഴുക്ക് എന്ന് വ്യക്തമാക്കുന്നതാണ്. ഒരു കെട്ടിടത്തിൻ്റെ ആ CCTV ക്യാമറകൾ, ദൃശ്യങ്ങൾ പതിഞ്ഞ CCTV ക്യാമറ അപ്പാടെ തന്നെ മൂടിപ്പോയിട്ടുണ്ട് എന്ന് ആ വലതുവശത്തെ ദൃശ്യങ്ങളിൽ കാണാം. ചെളിയിൽ മുങ്ങിയ, അതിനുശേഷം ഇപ്പോൾ ഈ ചെളിയൊക്കെ നീക്കം ചെയ്ത ശേഷം ആ ചെളിയിൽ മുങ്ങിയ CCTV ക്യാമറകൾ പോലെ അത്തരം ഉയരത്തിലേക്ക്, ഒരു കെട്ടിടത്തിൻ്റെ ഉയരത്തിലേക്ക്, അതിനു മേലേക്ക് ഈ ചെളിയും കല്ലും മണ്ണും വെള്ളവുമെല്ലാം ഇരച്ചെത്തുകയായിരുന്നു. ചൂരൽമല ദുരന്ത ഭൂമിയായി മാറിയ ആ രാത്രി എന്താണ് അവിടെ സംഭവിച്ചത് എന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സുർജിത്ത് തുടരുന്നുണ്ട്. സുർജിത്ത്, പലരും പറയുന്നുണ്ടായിരുന്നു, കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഭിത്തിയില്ല, അല്ലെങ്കിൽ തൊട്ടടുത്ത മുറിയിലുള്ളവരില്ല, വീട് ഒരു ഭിത്തി മാത്രമായി, അല്ലെങ്കിൽ ഒരു വശത്തെ ഭിത്തി മാത്രമായി പോയ അനുഭവമൊക്കെ ആളുകൾ പങ്കുവെച്ചതാണ് ക്യാമ്പുകളിൽ നിന്ന് പലരും അതിജീവിച്ചവർ. പക്ഷെ നമ്മളത് കേട്ടു പോകുന്നതിനപ്പുറത്തേക്ക് നമ്മൾക്ക് അത് മനസ്സിലാകുന്ന, നമ്മളെ ബാധിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഈ പുറത്തു വരുന്നത്. അതിൻ്റെ ഭീതി എത്രത്തോളം ഉണ്ടായിരുന്നു, എത്രത്തോളം ശക്തവും മർദ്ദവും ഉണ്ടായിരുന്ന ആ ഒഴുക്കിനെന്ന് ഈ ദൃശ്യങ്ങൾ വെളിവാക്കുകയില്ലേ? തീർച്ചയായും രണ്ടിടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒന്ന്, അഷറഫ് എന്നു പേരുള്ള അദ്ദേഹത്തിൻ്റെ കട, അതായത് ഈ നേരത്തെ ഉണ്ടായിരുന്ന പാലത്തിൻ്റെ തൊട്ടടുത്ത് ചൂരൽമല ജംഗ്ഷനോട് ചേർന്ന് കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ തൊട്ടടുത്തുള്ള കടയായിരുന്നു അഷറഫിൻ്റെ കട. ആ കടയിലേതാണ് ഒരു ദൃശ്യം. ഫ്രിഡ്ജൊക്കെ ഒഴുകിപ്പോകുന്നത് ആ കടയിൽ നിന്നാണ്. മറ്റൊരു കട എന്ന് പറയുന്നത് അത് തൊട്ടടുത്തുള്ള, അത് ഏതാണ്ട് ഒരു 25 മീറ്റർ മാത്രം അകലെയുള്ള ലൈമ എന്നു പേരുള്ള നിഷാദ് എന്ന ആളുടെ ഉടമസ്ഥതയിലുള്ള ഒരു ബേക്കറിയാണ്. ആ ബേക്കറിയിലെ ദൃശ്യങ്ങളാണ് രണ്ടാമത്തെ ദൃശ്യം. അങ്ങനെ രണ്ട് ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. ആ രണ്ട് ദൃശ്യങ്ങളിലും എത്രമാത്രം ഭീതിതമായൊരവസ്ഥയാണ് ആ ആദ്യ ഉരുൾപൊട്ടലിൽ തന്നെ ഉണ്ടായതെന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ അതിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഏത് തരത്തിലാണ് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്നുള്ള തരത്തിൽ ആ ദൃശ്യങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ അത് പ്രകടമാണ്. നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥ, അതായത് ഈ ജൂലൈ 30 ആയ ഘട്ടത്തിൽ, ജൂലൈ 30-നാണ് ജൂലൈ 30-ന് അന്ന് അർദ്ധരാത്രി പിന്നിട്ടിട്ടേ ഉള്ളൂ. ആ സമയത്താണ് ഇങ്ങനെ ഒരു ദുരന്ത ദൃശ്യം, ജൂലൈ 29 പിന്നിട്ട് അർദ്ധരാത്രി കഴിഞ്ഞേ ഉള്ളൂ, അപ്പോഴാണ് ഇങ്ങനെ ഒരു ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടായത്. ആദ്യ ഉരുൾപൊട്ടലിൽ തന്നെ ഇവിടേക്ക് വെള്ളം ചേറ്റി അടിച്ചെത്തുന്ന ഒരവസ്ഥ, ചെളിയും മണ്ണും തടിയും ഉൾപ്പെടെ കലർന്ന രീതിയിൽ പല തരത്തിൽ, അതായത് അങ്ങനെ ഇരച്ച് എത്തുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അങ്ങനെ ഈ കടകളിലേക്ക് പൂർണ്ണമായും വെള്ളം കയറി ചൂരൽമല ടൗണിനെ മൊത്തത്തിൽ തുടച്ച് നീക്കുന്ന ഒരു വലിയ അനുഭവം, ആ അനുഭവമാണ് ഈ ദൃശ്യത്തിലുള്ളത്. അതായത് ഇതിൻ്റെ ആദ്യ ദൃശ്യവും രണ്ടാമത്തെ ദൃശ്യവും കാണുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാകും എത്രമാത്രം രൂക്ഷമായിരുന്നു ഇവിടുത്തെ സ്ഥിതി എന്നുള്ളത്. കാരണം അത്ര അളവിൽ ഷട്ടറിനെ ഭേദിച്ചു പോലും ഈ ചെളിയെല്ലാം തന്നെ ഇതിനകത്തേക്ക് അടിഞ്ഞുകൂടി. ലൈമ ബേക്കറിയിൽ ഒരു തൊഴിലാളിയായ ഒരു മലപ്പുറം സ്വദേശി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഉടമയായി നിഷാദ് പറഞ്ഞത്. അദ്ദേഹം രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പേരെ വിളിച്ചു. ഇതിനിടയിൽ അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് വില്ലേജ് ഓഫീസ് റോഡിൽ നിന്ന്, അവിടെയാണ് അദ്ദേഹത്തിൻ്റെ വീട്, അവിടെ നിന്ന് ഓടി എത്തുമ്പോഴേക്കും ഷട്ടർ തകർത്തുകൊണ്ട് പുറകിലൂടെ അദ്ദേഹം രക്ഷപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിലുള്ള അനുഭവമാണ് ഈ ജംഗ്ഷനെ സംബന്ധിച്ച്, അതായത് ചൂരൽമല ജംഗ്ഷനെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓരോ കടകളായി ഇപ്പോൾ
വൃത്തിയാക്കുന്ന നടപടി തുടരുകയാണ്. കാരണം വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് അത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. സജീവമായിരുന്ന ഒരു ജംഗ്ഷനായിരുന്നു. ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ ഒത്തുകൂടിയിരുന്ന ഒരു ഇടമാണ്. ഒരുപാട് പേരുടെ സ്വപ്നങ്ങളായിരുന്നു, ഒരുപാട് പേരുടെ ബാധ്യതകളുണ്ടായിരുന്നു. ആ വ്യാപാരങ്ങളിലൊക്കെ വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. അവർ സ്വപ്നം കണ്ട ജീവിതത്തിലേക്കുള്ള വഴിയായിരുന്നു ആ വ്യാപാരവും ആ ഇടവുമെല്ലാം. പക്ഷേ അതെല്ലാം ഒരു ദുരന്തം ഒരു രാത്രിയിൽ എങ്ങനെയാണ് ഒഴുകിപ്പോയതെന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുജിത്താണ് വിവരങ്ങൾ നൽകിയത്.